ഒറ്റതിരിഞ്ഞ് ഷാഫിയെ ആക്രമിച്ച് കോൺഗ്രസിന്റെ നട്ടെല്ല് തകർക്കാൻ ശ്രമിക്കുകയാണ് സിപിഎമ്മിന് ഇത് എന്തിന്റെ കേടാണ് എന്നേ അവസാന സമയത്ത് ചോദിക്കാനുള്ളൂ. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കൂടെ കൂട്ടാനായി എന്ന് പാടിപ്പറഞ്ഞ് നടക്കുമ്പോഴും ഉള്ളിലൊരു വേവലാതിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭ കാണാൻ പറ്റില്ലയോ, തോറ്റുപോകുമോ എന്നൊക്കെ. പോകെ പോകെ അതൊരു ഭയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുട്ടിന് തേങ്ങ എന്ന് പറയും പോലെ കോൺഗ്രസിന്റെ യുവനിരയെ പെണ്ണുകേസിൽപ്പെടുത്തി മൂലക്കാക്കാനാണ് ശ്രമം. അതിനു പറ്റിയ മാങ്കൂട്ടം, ഷാഫി തുടങ്ങിയവരൊക്കെ തന്നെ അവർ പിടിക്കുകയും ചെയ്തു. തലയായി വളരാൻ സാധ്യതയുള്ള നെഞ്ചും വിരിച്ച് നിൽക്കുന്നവരെ തന്നെ വെട്ടിയാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്നാൽ ഷാഫിയെ തൊട്ടതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയാണ്. സുരേഷ് ബാബുവിന് വഴി നടക്കാനാവാത്ത വിധം ഷാഫിയുടെ പടയിറങ്ങി പ്രതിഷേധം കത്തിച്ചു. ഇന്നലെ രാത്രിയൊക്കെ അത് തന്നെയാണ് നമുക്ക് കാണാനായത്. അവിടെ മാങ്കൂട്ടം വിഷയത്തിൽ എടുത്തതുപോലെ ഒറ്റയടിക്ക് പുറത്താക്കലിലേക്കല്ല കോൺഗ്രസ് നീങ്ങിയത്. വി ഡി സതീശനടക്കം സകല നേതാക്കളും ഷാഫിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയും UDFന്റെ പ്രബല കക്ഷിയായ ലീഗിലെ മുനവർ അലി ശിഹാബ് തങ്ങളുമൊക്കെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഷാഫിയെ തൊടാനാവില്ല എന്ന്. ഇവിടെ ടി സിദ്ദീഖ് പറയുന്ന അഭിപ്രായം CPMന്റെ വലിയ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയാണ്. അവരിപ്പോൾ ചെയ്തു കൂട്ടുന്നതിന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ് ടി സിദ്ദീഖ്. 24 മണിക്കൂറും കഴിഞ്ഞു ഷാഫിയുടെ കാര്യത്തിൽ, എന്നിട്ടും CPMന് ഒന്നും ചെയ്യാനായിട്ടില്ല. എന്തായാലും ടി സിദ്ദീഖിന്റെ വാക്കുകൾ കേൾക്കാം. വേറൊരു ചോദ്യം, ഷാഫി പറമ്പലിനെതിരെ ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം വന്നിരിക്കുക. ഭംഗിയുള്ള സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് വിളിപ്പിക്കും എന്നുള്ള ഒരു ആരോപണം, എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഒരു CPMന്റെ ഒരു ശൈലി ഞാൻ പറയാം: ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, എന്നിട്ട് പൊതുമധ്യത്തിൽ അപമാനിക്കുക, തെരഞ്ഞുപിടിച്ച് നേതാക്കന്മാരെ കേരളത്തിലെ ഒരു യൂത്തിന്റെ ഒരു മൂവ്മെന്റ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും UDFലും ഉണ്ട്. ആ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞെടുത്ത് അവരെ മുഴുവൻ ഡീഫേസ് ചെയ്ത് അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം CPIM നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ശ്രീ ഷാഫിക്കെതിരായിട്ടുള്ള ഈ ആക്രമണം. ഒരു തർക്കവുമില്ല, അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കും. ഷാഫി മത്സരിക്കുന്ന സമയത്ത് ഷാഫിയെ കമ്മ്യൂണലാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായല്ലോ. ഇപ്പോൾ ഷാഫിയെ മറ്റു രീതിയിലുള്ള അപമാന ശ്രമം നടത്തുകയാണ്. അങ്ങനെ ഓരോ ആളുകൾക്കെതിരെ, ബൽറാമിനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായി. ഓരോ ആളുകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ CPMന്റെ ശൈലിയാണ്, സമീപനമാണ്. ഇപ്പം കൽപ്പറ്റയിൽ എനിക്കെതിരെ കൊട്ടേഷൻ മാഫിയ ക്രിമിനൽ സംഘത്തലവൻ എന്ന് പറഞ്ഞാണ് CPMന്റെ പ്രകടനം നടന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് CPMന്റെ സ്ഥിരം ശൈലിയാണ്. അതിലൊന്നും പിറകോട്ട് പോകുന്നവരും പേടിക്കുന്നവരുമല്ല ഞങ്ങളൊന്നും. പൊതുസമൂഹത്തിന് കൃത്യമായി CPMനെ കുറിച്ച് കൃത്യമായി അറിയാം. ആദ്യം പട്ടി എന്ന് വിളിക്കും, പിന്നെ പേപ്പട്ടിയാക്കും, പിന്നെ തല്ലിക്കൊല്ലാനുള്ള നടപടിയെടുക്കും. ആ തല്ലിക്കൊല്ലലും CPMന്റെ സ്വഭാവം പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഷാഫിയെ തൊടാനും ആക്രമിക്കാനും പൊതുസമൂഹം അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരെപ്പറ്റിയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുമായി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് എന്തും തോന്നുന്നത് വിളിച്ച് പറയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിന് സത്യാവസ്ഥ എന്താണെന്നും അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. നേരത്തെ പല വിവാദം വന്ന സമയത്ത് മുസ്ലിം ലീഗ് എടുത്ത ഒരു രീതിയിലുള്ള മാതൃകയിലുള്ള നടപടി കോൺഗ്രസ് രാഹുലിന്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നുള്ളത് CPM ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDFും അതുപോലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചോ അല്ലെങ്കിൽ പാർട്ടിക്കോ പറയാനില്ല എന്നുള്ളതാണ്. ഈ ഷാഫിയുടെ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ തിരുത്താൻ തയ്യാറാവണമെന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരാളെ ഒരടിസ്ഥാന തെളിവുകളില്ലാതെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു എത്തിക്സിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDFും കോൺഗ്രസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കാനില്ല. PK ഫിറോസും KT ജലീലും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധവും പ്രസ് മീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ നേതൃത്വം ആരും ഇതുവരെ ഒരു ഫിറോസിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശക്തമായി അതുമായി ബന്ധപ്പെട്ട് സലാം സാഹിബ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാദിഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ വഴിയിൽ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണ്. അത് ആ വഴിക്ക് നീങ്ങും.